എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതുപോലെ തന്നെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് BSc കോഴ്സോ അല്ലെങ്കിൽ BCA കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ 20-ാം തീയതി മുതൽ 21-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് BCom, BTTM, അതുപോലെ തന്നെ BBA, RTM, അതുപോലെ TTM, AH എന്നിങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിലുള്ള കോഴ്സുകളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് BA ലാംഗ്വേജസ്, അത് BA കോഴ്സുകളാണ് കിട്ടിയതെങ്കിൽ 25-ാം തീയതി മുതൽ 26-ാം തീയതി, അതായത് ജൂൺ 26-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ BA നോൺ ലാംഗ്വേജസ്, അതായത് BA ഇംഗ്ലീഷ് പോലുള്ളവ അല്ലാതെ BA നോൺ ലാംഗ്വേജസ്, അതുപോലെ തന്നെ ഈ ഒരു BSW എന്നിങ്ങനെയുള്ള കോഴ്സുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 27-ാം തീയതി, അതായത് ജൂൺ 27 മുതൽ ജൂൺ 29-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടേണ്ടത്. വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ ഒരു ജൂലൈ 1-ാം തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് തിരുത്തുന്നതിനും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ഇഷ്ടമില്ലാത്ത കോഴ്സ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് ഓപ്ഷൻ നൽകുന്നതിനുമുള്ള അവസരം ഈ ഒരു ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 5-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് അതിനുശേഷം പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 8-ാം തീയതിയും. ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റും അതുപോലെ കോളേജിൽ അഡ്മിഷനും നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് SC, ST, PWBD വിദ്യാർത്ഥികൾക്കായിട്ട് ഇതുവരെ അപേക്ഷ നൽകിയവരായാലും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായാലും ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികളായിരുന്നാൽ പുതിയ അപേക്ഷ നൽകാനുള്ള അവസരം പിന്നീട് 12-ാം തീയതി മുതൽ, അതായത് ജൂലൈ 12-ാം തീയതി മുതൽ ജൂലൈ 17-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് SC, ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് SC, ST അതുപോലെ PWBD വിഭാഗത്തിലുള്ളവർക്ക് 15/7/2024, അതായത് ജൂലൈ 15-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരിക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 17-ാം തീയതിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതായത് 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷനായിട്ട്, അതായത് കാറ്റഗറി ഇൻക്ലൂഡിങ് SC, ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ്. ആ ഒരു സമയത്ത് അപേക്ഷ നൽകിയുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു SC, ST വിദ്യാർത്ഥികൾക്ക് അടുത്ത ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലുള്ള അഡ്മിഷൻ ഈ ഒരു 23-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിക്കും ആ ഒരു ഘട്ടത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് കോളേജിൽ പോയിട്ട്, അതായത് SC, ST അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗക്കാർ എല്ലാ വിദ്യാർത്ഥികളും ഈ ജൂലൈ 23-ാം തീയതി കോളേജിൽ പോയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് SC, ST വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള സെൽഫ് ഫിനാൻസ് കോളേജസിലേക്കുള്ള അപേക്ഷ 24-ാം തീയതി, അതായത് ഈ 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെ, അതായത് ജൂലൈ 24 to 25 വരെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് ഓൾ കാറ്റഗറി ഇൻക്ലൂഡിങ് SC, ST വിദ്യാർത്ഥികൾക്ക് ആ ഒരു പിന്നീട് നടക്കുന്ന, അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിഷൻ നടക്കുന്നത് 26-ാം തീയതി മുതൽ 27-ാം തീയതി വരെയും. അതിനുശേഷം ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിപ്പിക്കുന്നത്, അതായത് ആ ഒരു അഡ്മിഷൻ അവസാനിക്കുന്നത് ഈ ഒരു 24-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റി കോഴ്സ് രജിസ്ട്രേഷൻ ഈ ഒരു ഓഗസ്റ്റ് 30-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.